ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. പെരിയാറിനായി ഒരുമിച്ചു, ആ സഹകരണം തുടരണം. പിണറായി, ഇതു കാണാൻ കരുണാനിധിയില്ലല്ലോ എന്ന് സ്റ്റാലിനും. കോട്ടയം, എല്ലാ വേർതിരിവും നിയമം കൊണ്ട് മാറ്റാനാകില്ലെന്നും ജനങ്ങളുടെ മനസ്സും മാറണമെന്നും എന്തു വില കൊടുത്തും സമത്വ സമൂഹം സ്ഥാപിക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനവും തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളവും തമിഴ്നാടും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണ ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ടുവെക്കുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1924 പെരിയാറെ അറസ്റ്റ് ചെയ്ത അതേ വൈക്കത്ത് തന്നെ പെരിയാറിന്റെ പ്രതിമ ഉയർന്നിരിക്കുകയാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഇതാണ് പെരിയാറിന്റെ വിജയം. ഇത് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ്. ഈ കാഴ്ച കാണാൻ കലൈജ്ഞർ കരുണാനിധി ഇല്ല എന്ന വിഷമമുണ്ട്. പല മേഖലകളിലും നാം മുന്നേറി. അതുപോലെ ഇനിയും മുന്നേറേണ്ട മേഖലകളുണ്ട്. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, പാവപ്പെട്ടവൻ, പണക്കാരൻ, ആൺപെൺ വേർതിരിവുകൾക്കെതിരെ പോരാട്ടം തുടരണം. മുൻപത്തേക്കാൾ വേഗത്തിൽ മാറണം. ആരെയും താഴ്ത്തിക്കാണാതെ സമത്വം എന്ന ആശയം വളരണം. കോയമ്പത്തൂരിൽ വാഹനാപകടം, 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 മാസം പ്രായമായ പിഞ്ചുകുഞ്ഞും. കോയമ്പത്തൂർ എല്ലാണ്ടിട്ടി ബൈപ്പാസിൽ കാറും വാനും കൂട്ടിയിടിച്ച് തിരുവല്ല സ്വദേശികളായ 3 പേർ മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. തിരുവല്ല ഇരവിപേരൂർ കുറ്റിയിൽ കെ.സി. എബ്രഹാമിന്റെ മകൻ ജേക്കബ് എബ്രഹാം, 60, ഭാര്യ ഷീല ജേക്കബ്, 55, പേരക്കുട്ടി 2 മാസം പ്രായമായ ആരോൺ ജേക്കബ് തോമസ് എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മരുമകൾ എലീന തോമസ്, 30, നെ ഗുരുതര നിലയിൽ സുന്ദരാപുരം അഭിരാമി ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവല്ലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാറും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കുറിയർ വാനുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30 മധുക്കര എല്ലാണ്ടിട്ടി ബൈപ്പാസിൽ നയാര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. മരുമകൾ അലീനയെയും കുഞ്ഞിനെയും ബംഗളൂരുവിലേക്ക് കൊണ്ടാക്കാനായി പോകുന്നതിനിടെയാണ് അപകടം. മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തെലങ്കാന വണ്ടി കുറേക്കാലമായി കേരളത്തിൽ ഓടുന്നു. 2 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന 2 പേരുടെയും ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. വാഹന ഉടമ സാബിദ്, ജീവനക്കാരൻ റയീസ് എന്നിവരുടെ ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർക്ക് നോട്ടീസ് നൽകി. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. ആൽവിനെ ഇടിച്ച കാറിന് നികുതി അടച്ചിട്ടില്ലെന്നും ഇൻഷുറൻസ് എടുത്തിട്ടില്ലെന്നും RTO നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജി-വാഗണിന്റെ ഉടമസ്ഥത ഡ്രിവൻ ബൈ യു മൊബിലിറ്റി എന്ന തെലങ്കാന കമ്പനിയുടെ ഉടമ അശ്വിൻ എന്നയാളുടെ പേരിലാണ്. ഇവരുടെ പക്കൽ നിന്ന് സാബിദ് വാഹനം വാങ്ങിയെന്നാണ് കരുതുന്നത്. വണ്ടി കുറേക്കാലമായി കേരളത്തിൽ ഓടുന്നുണ്ടെന്നും നിയമലംഘനത്തിന്റെ പേരിൽ ചലാൻ നൽകിയിട്ടുണ്ടെന്നും RTO അറിയിച്ചു. കേരളത്തിൽ നികുതിയടച്ച രേഖകളില്ലാത്തതിനാൽ വാഹനം പിടിച്ചെടുക്കാമെന്നും RTO അറിയിച്ചിരുന്നു. കേരളത്തിൽ തീവ്രമഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ 3 ജില്ലകളിലും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. യെല്ലോ അലർട്ടുള്ള ജില്ലകൾ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ തമിഴ്നാട്ടിൽ വ്യാപക മഴയാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്നാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ശ്രീലങ്ക തമിഴ്നാട് തീരപ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. മഴ കനത്തതോടെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. കുപ്പി ഉപയോഗിച്ചത് മാതൃകാപരം, ദൃശ്യമെടുത്തതിൽ അത്ഭുതം. CPM-നെ ആക്രമിക്കാനുള്ള മോശം ശ്രമം. കൊല്ലം, CPM ജില്ലാ സമ്മേളനത്തിൽ വെള്ളം വിതരണം ചെയ്യാനുപയോഗിച്ച ചില്ലുകുപ്പിയെ സംബന്ധിച്ച് തെറ്റായ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോം. നിയമ നടപടിയെക്കുറിച്ച് നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ചിന്ത പറഞ്ഞു. വെളുത്ത കുപ്പികൾക്ക് പകരം തവിട്ട് നിറത്തിലുള്ള കുപ്പികളിലാണ് സമ്മേളന വേദിയിൽ കരിങ്ങാലിവെള്ളം എത്തിച്ചത്. ഇവ ബിയർ കുപ്പികളാണെന്ന തരത്തിലാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലർ പ്രചാരണം നടത്തിയത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ചിന്ത പറഞ്ഞു. പാർട്ടിയെ ആക്രമിക്കാനുള്ള മോശപ്പെട്ട ശ്രമമാണ് ഉണ്ടായത്. 3 ദിവസമായി ഞാൻ പാർട്ടി സമ്മേളനത്തിലായിരുന്നു. ബിയർ കുപ്പി വിവാദമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ചൂടുവെള്ളം കുപ്പിയിൽ കൊടുത്തതാണ്. പ്രതിനിധികൾക്കും സ്റ്റേജിലുള്ള നേതാക്കൾക്കും ചൂടുവെള്ളം നൽകുന്നതിന് സംഘാടക സമിതി വളരെ മാതൃകാപരമായി കുപ്പി ഉപയോഗിച്ചു. ഇതിൽ എന്താണ് പുതിയ കാര്യം? ആരാണ് ഇത് ചെയ്യാത്തത്? വീടുകളിലും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ കുപ്പിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ അത്ഭുതം തോന്നി, ചിന്ത പറഞ്ഞു. BP തോമസ് കുട്ടിയുടെ നിരന്തര ശ്രമം. PF ഹയർ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു.
കോടഞ്ചേരി PF ഹയർ പെൻഷൻ വർധനവിനു വേണ്ടി നിരവധി മാധ്യമങ്ങളിലൂടെ വർഷങ്ങളായി പോരാട്ടം തുടങ്ങിയ എറണാകുളം കളമശ്ശേരിയിലെ ഹിൻഡാൽകോ റിട്ടയർ ജീവനക്കാരനും താമരശ്ശേരി സ്വദേശിയും ഇപ്പോൾ കോടഞ്ചേരി മൈക്കാവിൽ താമസക്കാരനും പുതുപ്പാടി ബാലഭവനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ BP തോമസ് കുട്ടിക്ക് ആശ്വസിക്കാൻ അവസരം. തൊഴിലാളികളുടെ തുച്ഛമായ PF പെൻഷൻ വർധനവിനു വേണ്ടി തുലിക ചലിപ്പിക്കുന്ന തോമസ് കുട്ടി കമ്പനി സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹയർ പെൻഷൻ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പത്രങ്ങളിലൂടെ പ്രതികരണങ്ങളും ലേഖനങ്ങളും എഴുതി പൊതുജനശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. 18 വർഷമായി പത്രങ്ങളിലൂടെയും ദൃശ്യം മാധ്യമങ്ങളിലൂടെയും നിരന്തരമായ പ്രതികരണത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി വിധിയിലൂടെ PF ഹയർ പെൻഷൻ വർധനവ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള പെൻഷൻ നൽകുമ്പോൾ സർക്കാർ മേഖലയ്ക്ക് പുറത്തുള്ളവർക്ക് തുച്ഛമായ പെൻഷൻ നൽകുന്നത് വിവേചനപരമാണെന്നും ഇരട്ടത്താപ്പ് നയം തിരുത്തണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ അനുകൂല വിധി വന്നത് PF പെൻഷൻകാർക്ക് അല്പമെങ്കിലും ആശ്വാസകരമാണ്. ഒപ്പം തോമസ് കുട്ടിയുടെ ഒറ്റയാൾ പോരാട്ടത്തിനുള്ള വിജയമായും പ്രതിഫലിക്കുന്നു. വൃക്കരോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ചെയ്തു. കൂടരഞ്ഞി വൃക്കരോഗികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ ദുരിതത്തിലായ ഫാമിലി ഹെൽത്ത് സെന്ററിന് കീഴിൽ ചികിത്സയിലുള്ള 12 രോഗികൾക്ക് ഒരു മാസകാലത്തെ ചികിത്സക്ക് ആവശ്യമായ 12 ഡയാലിസർ മരുന്ന് ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ ജനതാദൾ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുതിർന്ന പാർട്ടി നേതാവുമായ ശ്രീ വി ജോൺ മാസ്റ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ പിക്കറ്റ് കൈമാറി. രാഷ്ട്രീയ ജനതാദൾ കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഗ്രൂപ്പിലൂടെ സമാഹരിച്ച 20,000 രൂപയിൽ 1,250 രൂപ വിലയുള്ള 12 ഡയാലിസർ മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത്. ബാക്കി വരുന്ന 5,000 രൂപ ഉപയോഗിച്ച് അടുത്ത ഘട്ടത്തിലെ ചികിത്സക്ക് ആവശ്യമായത്തിൽ 4 ഡയാലിസർ മരുന്ന് കൂടി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വാങ്ങി നൽകുന്നതാണ്. RJD കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജിമ്മി ജോസഫ് ഐമ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ കൗൺസിൽ മെമ്പർ ശ്രീ PM തോമസ് മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി വിൽസൺ പുല്ലുവേലിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസ് മാവറ, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ P അബ്ദുറഹിമാൻ മാസ്റ്റർ, ജോളി പൊന്നമ്മരിക്കയിൽ, മുഹമ്മദ് കുട്ടി പുളിക്കൽ, ജിൻസ് അഗസ്റ്റിൻ, അമൽസൺ ജോർജ് മംഗലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടിനീര് ഇക്കൊല്ലം 30 മടങ്ങ് വർധന, 69,000 രോഗബാധിതർ. തിരുവനന്തപുരം സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് മംസ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ വർഷം 2,324 കേസുകളാണെങ്കിൽ ഈ വർഷം 69,113 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിനിടെ 30 മടങ്ങാണ് വർധന. 2016-ൽ വാക്സിൻ നിർത്തലാക്കിയതാണ് ഇത്ര വലിയ വർധനയ്ക്ക് കാരണം. അതുവരെ കുട്ടികൾക്ക് 1.5 വയസ്സിനകം മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ MMR നൽകിയിരുന്നു. 2016-ൽ ഇത് മീസിൽസ്, റുബെല്ല വാക്സിൻ MR മാത്രമാക്കി. മുണ്ടിനീര് ഗുരുതരമാകില്ലെന്നും വാക്സിന് പ്രതിരോധശേഷി കുറവാണെന്നും പറഞ്ഞായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. ഇക്കൊല്ലം മലപ്പുറത്ത് 13,524 കേസുകളും, കണ്ണൂരിൽ 12,800, പാലക്കാട് 5,000, തിരുവനന്തപുരത്ത് 1,575 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുണ്ടിനീര് കേസുകൾ ഉയരുന്നതിനാൽ MMR വാക്സിൻ തുടരണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ഇത് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. മംസ് വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് മുണ്ടുനീര്. 5 മുതൽ 15 വരെയുള്ള പ്രായവിഭാഗത്തിലാണ് മുണ്ടുനീര് കൂടുതലായി കാണപ്പെടുന്നത്. അപൂർവമായി മുതിർന്നവർക്കും വരാറുണ്ട്. പനി, തലവേദന, അസ്വാസ്ഥ്യം, പേശിവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. മുഖത്തിന്റെ വശത്ത് വേദനയോടെ വീക്കമുണ്ടാകുന്നത് സാധാരണ ലക്ഷണമാണ്. വൈറസ് ബാധിച്ച് 16 മുതൽ 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ശ്വാസകോശ സ്രവങ്ങൾ വഴിയും രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെയും വൈറസ് പകരും. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ 8 ദിവസം വരെ രോഗം പടരാം. മുണ്ടുനീരിന് പ്രത്യേക ചികിത്സ തുടങ്ങുന്നില്ല. വാക്സിനേഷൻ വഴി അണുബാധ തടയാം. രോഗബാധിതരെ ഐസൊലേഷനിലാക്കുന്നതിലൂടെയും വ്യാപനം തടയാം. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ച് ഭക്ഷ്യവകുപ്പ്. തിരുവനന്തപുരം റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ച് ഭക്ഷ്യവിതരണ വകുപ്പ് രാവിലെ 8:30 മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 മണി വരെയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. അരമണിക്കൂർ പ്രവർത്തന സമയം ഇതോടെ കുറയും. നിലവിൽ രാവിലെ 8 മുതൽ 12 വരെയും 4 മുതൽ 7 വരെയുമായിരുന്നു പ്രവർത്തന സമയം. റേഷൻ വ്യാപാരി സംഘടനകൾ ഇന്ന് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റേഷൻ വ്യാപാരികളുമായി രണ്ടാംഘട്ട ചർച്ച ജനുവരി 9-ന് നടക്കും. ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കും. ചർച്ചയിൽ KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കാമെന്ന് മന്ത്രി വ്യാപാരികൾക്ക് ഉറപ്പു നൽകി. ആക്ടിൽ ഭേദഗതി വരുത്തണമെന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം. സർക്കാരിന്റെ എല്ലാ പൊതു അവധികളും റേഷൻ കടകൾക്കും നൽകണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു. അവധി ദിവസം റേഷൻ കടകൾ പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. വേതന പാക്കേജും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. മുട്ടക്കോഴി വളർത്തൽ ജനറൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മുട്ടക്കോഴി വളർത്തൽ ജനറൽ പദ്ധതി ഉദ്ഘാടനം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു മുട്ടോളി, VS രവീന്ദ്രൻ, സീന ബിജു, മോളി തോമസ്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജെസിലിൻ തോമസ്, മിനി TK തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുമാരായ ജോസഫ് കുര്യാക്കോസ്, ഷെളിത VVT, യൂത്ത് കോർഡിനേറ്റർ അരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജാവിദ് ഹുസൈൻ എന്നിവരും ഗുണഭോക്താക്കളും പങ്കെടുത്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് 2024 മുതൽ 25 വരെ വർഷത്തെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 907 കുടുംബങ്ങൾക്ക് 5 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത മലയോര മേഖലയിൽ ഉറപ്പുവരുത്തുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു. കൃഷിഭൂമി ബഫർ സോണാക്കി കർഷകരെ ദ്രോഹിക്കുന്നുവെന്ന് മാർ പാംപ്ലാനി. തലശ്ശേരി. കർഷകരുടെ കൃഷിഭൂമികൾ ബഫർ സോണിൽ ഉൾപ്പെടുത്തില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് കാറ്റിൽ പറത്തിയ റിസർവേയിൽ കർഷകദ്രോഹപരമായ സമീപനമാണ് റവന്യൂ, വനം ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഈ സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ് പ്രദേശത്ത് ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്നു കിടക്കുന്ന പട്ടയഭൂമികളിൽ റീസർവേ നടക്കുകയാണ്. നിലവിൽ പുഴ അതിർത്തിയായുള്ള പട്ടയഭൂമിയിലെ കൃഷിഭൂമി ഉൾപ്പെടുന്ന ഭാഗം ഇപ്പോൾ ബഫർ സോണിൽ ഉൾപ്പെടുത്തി റവന്യൂ ഭൂമിയായി വരതക്ക രീതിയിലാണ് റീസർവേ നടക്കുന്നത്. ഇങ്ങനെ ഭൂമി നഷ്ടപ്പെടുന്ന കർഷകർ പരാതി നൽകുകയും അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കർഷകന്റെ ഭൂമി തിരിച്ചു നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള സ്ഥലങ്ങൾ അളന്നപ്പോൾ അതിന്റെ വിസ്തീർണമോ പുഴയോട് ചേർന്നുള്ള അതിരു സ്ഥലം ഉടമയ്ക്ക് കാണിച്ചുകൊടുക്കാതെ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്തെ സ്ഥലങ്ങൾ അളക്കുവന്ന് നിർത്തിവെക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ആറളം വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി 2ൽ നിന്നും 500 മീറ്ററിൽ കുറയാതെ വരുന്ന സ്ഥലങ്ങൾ പുഴയുടെ പുറമ്പോക്കായി ആറളം പഞ്ചായത്തിലും പുഴ മുതൽ കർഷകരുടെ ഭൂമി വരെയുള്ള പുറമ്പോക്ക് സ്ഥലങ്ങൾ കേളകം പഞ്ചായത്തിലും നിലനിർത്തിയിരിക്കുകയാണ്. പുഴ അതിർത്തിയായി വരുന്ന സ്ഥലമുടമകളുടെ രേഖകളിൽ ചീങ്കണ്ണിപ്പുഴയാണ് അതിർത്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ സർവേ പ്രകാരം വന്യജീവി സങ്കേതം മുതൽ പുഴ ഉൾപ്പെടെ കർഷകന്റെ ഭൂമിയുടെ സ്ഥലങ്ങൾ ആറളം പഞ്ചായത്തിന്റേതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ ബഫർ സോണിൽപ്പെടുത്താനും ജനങ്ങൾ പുഴയിൽ ഇറങ്ങുന്നത് തടയാനുമുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢലക്ഷ്യം കർഷകദ്രോഹപരമാണ്. കർഷകരുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ ദുരന്തഫലങ്ങൾ ഉളവാക്കുന്ന ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാനും കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ സത്വരമായി ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. സ്കൂട്ടി വിതരണം ചെയ്തു. കോടഞ്ചേരി നാഷണൽ ഗോ കോൺഫെഡറേഷന്റെ സഹായത്തോടെ ഗ്രാമശ്രീ മിഷൻ വിമൻ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 56 വനിതകൾക്ക് 50% സബ്സിഡിയിൽ സ്കൂട്ടർ വിതരണം ചെയ്തു. വിതരണത്തിന്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റോബർട്ട് അറക്കൽ, ഗ്രാമശ്രീ മിഷൻ ചെയർമാൻ ജോയി നെടുമ്പള്ളി, ഫാദർ ബാബു കൊമരൻകുടി എന്നിവർ പ്രസംഗിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.